ഹരി ഓം. ദശകം 72, ശ്ലോകം 10. ദൂരാദ്രഥാസമവരൂഹ്യ നമന്ദമേനമുദ്ധാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗീ പാണിം പ്രഗൃഹ്യ സബലോധഗൃഹാന്നിനേധ. ദൂരാത് രഥാത് സമവരുഹ്യ നമന്തം ഏനം. ദൂരാത് രഥാത് ദൂരാദ്രഥാത് സമവരുഹ്യ നമന്തം ഏനം നമന്തമേനം ഉദ്ധാപ്യ ഭക്തകുല മൗലിം അധ ഉപഗൂഹൻ. ഭക്തകുലമൗലിമധോപഗൂഹൻ. ഉദ്ധാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ. ഹർഷാത് മിതാക്ഷര ഹർഷാന്വിതാക്ഷര ഗിരാ കുശല അനുയോഗി കുശലാനുയോഗി. ഹർഷാന്വിതാക്ഷര ഗിരാ കുശലാനുയോഗി. പാണിം പ്രഗൃഹ്യ സ ബലഃ അധ സബലോധ ഗൃഹാൻ നിനേധ. ഈ ഗൃഹാൻ എന്നുള്ളത് ചില പുസ്തകത്തിൽ ഗൃഹം എന്നുമുണ്ട്. അത് തെറ്റല്ല, പാഠഭേദമാണ്. ദൂരാദ്രഥാ സമവരുഹ്യ നമന്ദമേനമുദ്ധാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗീ പാണിം പ്രഗൃഹ്യ സബലോധഗൃഹാന്നിനേധ. ശ്ലോകം 10 അന്വയവും അർത്ഥവും. അപ്പോൾ ഈ ശ്ലോകം 10 പരമഭക്തനായ അക്രൂരനെ ഭഗവാൻ യഥോചിതം സ്വീകരിക്കുന്നതായിട്ടാണ്. അഥത്വം ദൂരാത് രഥാത് സമവരൂഹ്യ നമന്തം ഭക്തകുലമൗലിം ഏനം ഉദ്ധാപ്യ ഹർഷാദുപഗൂഹൻ മിതാക്ഷരഗിരാ കുശലാനുയോഗി അഥ പാണിം പ്രഗൃഹ്യ സബലഃ ഗൃഹാന്നിനേധ. അപ്പോൾ ദൂരെ വെച്ച് തന്നെ അക്രൂരൻ കൃഷ്ണനെ കാണുകയാണ്. അപ്പോൾ കണ്ട ഉടനെ തന്നെ ആ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമസ്കരിക്കുന്ന ആ പരമഭക്തനായിട്ടുള്ള അക്രൂരനെ കൃഷ്ണൻ കാണുന്നു. അതാണ് അഥ ത്വം. അനന്തരം നിന്തിരുവടി ദൂരാത് ദൂരെ വെച്ച് തന്നെ രഥാത് തേരിൽ നിന്ന് സമവരൂഹ്യ നിന്നിറങ്ങി. ദൂരാത് രഥാത് സമവരൂഹ്യ അകലെ വെച്ച് തന്നെ തേരിൽ നിന്നിറങ്ങി നമന്തം ഭക്തകുലമൗലിം ഏനം നമസ്കരിക്കുന്ന പരമഭക്തനായ ഈ അക്രൂരനെ ഉദ്ധാപ്യ ഹർഷാദുപഗൂഹൻ ഉദ്ധാപ്യ എഴുന്നേൽപ്പിച്ച് ഹർഷാദ് സന്തോഷത്തോടെ ഉപഗൂഹൻ പുണർന്നു. ആ ചെറിയച്ഛനെ കണ്ടപ്പോഴത്തേക്കിനുള്ള സന്തോഷത്തിൽ കെട്ടിപ്പുണർന്നു. അപ്പോൾ അക്രൂരനാണ് എത്രയോ കാലമായിട്ട് കാണാൻ കാത്തിരിക്കുകയാണ് ഭഗവാനെ. ഭഗവാനെ കണ്ടതും ആ തറയിലോട്ടങ്ങോട്ട് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ നമസ്കരിക്കുന്ന ചെറിയച്ഛനെ കണ്ടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് സന്തോഷത്തോടുകൂടി കെട്ടിപ്പുണർന്നു. മിതാക്ഷരഗിരാ കുശലാനുയോഗി. ആ സന്തോഷം കൊണ്ട് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കുശലം ചോദിച്ച് അധ പാണിം പ്രഗൃഹ്യ പിന്നീട് കൈപിടിച്ച് സബലഹ ഗൃഹാൻ നിനേധ ബലരാമനും ഒന്നിച്ച് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഭഗവാൻ ഒരു കൈ പിടിച്ചു, ബലരാമനോട് പറഞ്ഞു ഏട്ടൻ മറ്റേ കയ്യിൽ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറിയച്ഛനെ പിടിച്ച് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പരമഭക്തനായ അക്രൂരൻ ദൂരെ വെച്ച് തന്നെ തേരിൽ നിന്നിറങ്ങി ആ ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ തന്നെ ആ ഭഗവാൻ വേഗത്തിൽ ആ ബലഭദ്രരാമനോട് കൂടിയിട്ട് ഓടിച്ചെന്നു. ചെറിയച്ഛനെ കണ്ടപ്പോഴത്തേന് ഓടിച്ചെന്നു അദ്ദേഹത്തെ പിടിച്ച് ആലിംഗനമൊക്കെ ചെയ്ത് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഭയങ്കര സന്തോഷവാനായിട്ട് ആലിംഗനമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ചുരുക്കം വാക്കുകൾ കൊണ്ട് ക്ഷേമാന്വേഷണമൊക്കെ നടത്തി കൈപിടിച്ച് നടത്തി ആ ഭക്തനെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദൂരാദ്രഥാ സമവരൂഹ്യ നമന്ദമേനം ഉദ്ധാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗീ
പാണിം പ്രഗൃഹ്യ സബലോധഗൃഹാൻ നിനേധ.